നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗവർണർ രാജ്ഭവനെ RSS ആസ്ഥാനമാക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കായംകുളത്ത് LDFന്റെ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ക്വാറം തികയാത്തതിനാൽ ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് PJ ഫ്രാൻസിസിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. അറബിക്കടലിൽ തീപിടിച്ച കപ്പലിൽ നിന്ന് വേർപെട്ട അമ്പലപ്പുഴയിൽ അടിഞ്ഞ ഇന്ധന ടാങ്കറും രക്ഷാബോട്ടും കൊല്ലത്തേക്ക് കൊണ്ടുപോയി. വിശദമായ വാർത്തകളിലേക്ക്. ഗവർണർ രാജ്ഭവനെ RSS ആസ്ഥാനമാക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഗവർണർ രാജ്ഭവനെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പദവി ഗവർണർ തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതമാതാവിനെയൊക്കെ തന്നെ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. ഈ രാജ്യത്തെ ഓരോ പൗരനും ഭാരത് മാതാവിനെ ബഹുമാനിക്കുന്നവരാണ്. ഇതല്ല, RSSന്റെ മുദ്രാവാക്യം നടപ്പിലാക്കാനല്ല കേരള ഗവർണറായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മുൻപ് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, പക്ഷേ ഗവർണറായി കഴിഞ്ഞാൽ RSS ആയിട്ട് സ്വയംസേവകനായിട്ട് പ്രവർത്തിക്കുകയല്ല അദ്ദേഹം വേണ്ടത്. അത് അഭിമാനത്തോടെ പറയുകയാണ് BJPയുടെ ചില നേതാക്കന്മാരെല്ലാം. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇത്തരത്തിലുള്ള വിവാദങ്ങളില്ലല്ലോ. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും വേറെ വേറെ, പക്ഷേ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് ഗവർണർ തന്നെ ഒരു സ്റ്റേറ്റിനെ കൊണ്ടുപോവുകയാണ്. അത് അങ്ങേയറ്റത്തെ തെറ്റായ കാര്യമാണെന്നുള്ള സംശയമില്ല. മന്ത്രിമാർ പോയിട്ട് ഇറങ്ങി വരുന്നത് നാടകത്തിന്റെ ഭാഗമാണെന്നും കേരള മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തെഴുതണമെന്നും തരൂർ വിഷയം തൽക്കാലം വിവാദങ്ങൾക്ക് വഴിവെക്കേണ്ടെന്നും അദ്ദേഹം നിലമ്പൂരിലെ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് സമയം തരൂർ വിദേശത്തായിരുന്നല്ലോ എന്നും KC വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കായംകുളത്ത് LDFന്റെ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 9 വർഷക്കാലം കായംകുളം ജനതയെ പറ്റിച്ച, കായംകുളം ജനതയെ വഞ്ചിച്ച, കായംകുളം ജനതയ്ക്ക് അപമാനമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDFന്റെ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ക്വാറം തികയാത്തതിനാൽ ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. കൗൺസിലിൽ കേവല ഭൂരിപക്ഷമുള്ള LDF അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനുള്ള കൗൺസിലിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ക്വാറം തികയാതെ വന്നത്. LDF 23, സ്വതന്ത്രർ ഉൾപ്പെടെ UDF 18, BJP 3 എന്നിങ്ങനെയാണ് കക്ഷിനില. നമ്മുടെ ഇവിടുത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. ആ അഴിമതിയിൽ 1-2 രൂപയുടെ അഴിമതി അല്ല നടന്നിരിക്കുന്നത്, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇല്ല കിടക്കുന്ന ഒരു വാഹനത്തിൽ ഒരു ചെറിയ മിഷൻ ഫിറ്റ് ചെയ്ത സംവിധാനത്തിന് 46 ലക്ഷം രൂപ ആരും അറിയാതെ വില സമ്മതിച്ച് 27 ലക്ഷം രൂപ മുൻകൂറായി കൊടുക്കുവാൻ സെക്രട്ടറിയും നഗരസഭാ ചെയർപേഴ്സണും LDFന്റെ പ്രധാനപ്പെട്ട ചില ആളുകളും കൂടി തീരുമാനിച്ച് അവരുടെ പാർട്ടി കമ്മിറ്റികളിലെങ്ങും ചർച്ച ചെയ്യാതെ, കൗൺസിലിൽ ചർച്ച ചെയ്യാതെ കൊണ്ടുപോയി കൊടുത്ത് ബാംഗ്ലൂർ വെച്ച് ഡീൽ ഉറപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൗൺസിലിൽ കൊണ്ടുവന്ന് വീണ്ടും അതിന് അംഗീകാരം വാങ്ങിക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് അതിൽ ആദർശശുദ്ധി ഉണ്ടായിരുന്ന 4-5 കൗൺസിലർമാർ, അതായത് അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പ്രധാനപ്പെട്ട കൗൺസിലർമാരുമായിരുന്നു, അവർ എണീറ്റ് നിന്ന് പറഞ്ഞു, ഇത് അഴിമതിയാണ്, ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ UDF പറഞ്ഞുകൊണ്ട് വന്നിരുന്ന മുഴുവൻ അഴിമതി ആരോപണങ്ങളും അവർ ഉൾപ്പെടെ എടുത്ത് പുറത്തിട്ട് അമ്മാനവാടിയപ്പോഴാണ് ചെയർപേഴ്സണ് മനസ്സിലായി ഇത് അപകടകരമാണ്. അവരെന്ത് ചെയ്തു? അതിന് 1 വർഷത്തേക്ക് 1.5 കോടി രൂപയുടെ ആനുവൽ മെയിൻ്റനൻസ് നൽകാനുള്ള അവരുടെ തീരുമാനം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ വിളിച്ചൊരുത്തി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. UDF അത് ബഹിഷ്കരിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു നിയമം മുനിസിപ്പൽ ആക്ടിൽ ഇല്ല. ഒരെണ്ണത്തിന്റെ ആനുവൽ മെയിൻ്റനൻസ് തീരുമാനിക്കാൻ ചട്ടപ്രകാരം കമ്മിറ്റി വിളിച്ചുകൂട്ടി തീരുമാനിക്കാൻ ചട്ടത്തിൽ പറയുന്നില്ല. അത് തീരുമാനിക്കേണ്ടത്
നമ്മുടെ കായംകുളം നഗരസഭയുടെ ബഹുമാനപ്പെട്ട കൗൺസിൽ യോഗമാണ്. ആ കൗൺസിൽ യോഗം വിളിച്ചാൽ അവർക്ക് അതിൽ ഭൂരിപക്ഷമില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ആ സബ് കമ്മിറ്റി വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു വഴി തിരിച്ചുവിടാൻ ശ്രമം നടത്തിയത്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ 23 അംഗങ്ങൾ കൗൺസിലിൽ പങ്കെടുക്കണം. വ്യാഴാഴ്ച 10:30 ചേർന്ന കൗൺസിലിൽ 21 അംഗങ്ങൾ മാത്രമാണ് എത്തിയത്. UDF-ന്റെയും BJP-യുടെയും അംഗങ്ങൾ മാത്രം. കക്കൂസ് മാലിന്യ സംസ്കരണത്തിനുള്ള മൊബൈൽ പ്ലാന്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് അധ്യക്ഷ P. ശശികലയ്ക്കെതിരെ UDF അവിശ്വാസം കൊണ്ടുവന്നത്. പ്ലാന്റ് വാങ്ങുന്നത് കൗൺസിലിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ചർച്ച ചെയ്യാത്തതിനെതിരെ LDF-ലെ ചില കൗൺസിലർമാരും പ്രതിഷേധിച്ചിരുന്നു. CPM നേതൃത്വം ഇടപെട്ട ഇവരെ അനുനയിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് നഗരത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം, ITI, ശ്മശാനം എന്നിവ നിർമ്മിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ അഴിമതി നടന്നെന്നും ആരോപിച്ച UDF അവിശ്വാസത്തിന് നീക്കം നടത്തിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അഡ്വക്കേറ്റ് PJ ഫ്രാൻസിസിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അഡ്വക്കേറ്റ് PJ ഫ്രാൻസിസിന് വെള്ളിയാഴ്ച നാട് അന്ത്യാഞ്ജലിയേകി. രാവിലെ 10-ന് ആലപ്പുഴ കോൺവെന്റ് സ്ക്വയറിലെ വീട്ടിൽ നിന്ന് DCC ഓഫീസിലേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നടന്നു. ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം തിരികെ വീട്ടിലെത്തിച്ചു. വൈകിട്ട് 3-ഓടെ ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ സെമിത്തേരിയിലാണ് സംസ്കാരം നടന്നത്. വികാരി ജനറൽ മോൺസിഞ്ഞർ ജോയ് പുത്തൻ വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ച രാത്രി 9-ഓടെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് ഫ്രാൻസിസിന്റെ മരണം. ആലപ്പുഴ തത്തമ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയോടെ ആലപ്പുഴ ബാർ അസോസിയേഷൻ ഹാളിന് മുന്നിലെത്തിച്ച പൊതുദർശനം നടത്തി. ജില്ലാ ജഡ്ജി KK ബാലകൃഷ്ണൻ, CPM നേതാവ് AM ആരിഫ്, CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, വിവരാവകാശ കമ്മീഷണർ AA ഹക്കീം അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. നിര്യാണത്തിൽ DCC പ്രസിഡന്റ് ബാബു പ്രസാദ് അനുശോചനം രേഖപ്പെടുത്തി. കുടിക്കുന്നിൽ സുരേഷ് MP, PP ചിത്തരഞ്ജൻ MLA, B ബാബു പ്രസാദ്, ഷാനുമോൾ ഉസ്മാൻ, M ലിജു, AB താമരാക്ഷൻ, AA ഷുക്കൂർ തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അറബിക്കടലിൽ തീപിടിച്ച കപ്പലിൽ നിന്ന് വേർപെട്ട് അമ്പലപ്പുഴയിലടിഞ്ഞ ഗ്യാസ് ടാങ്കറും സുരക്ഷാ ബോട്ടും കൊല്ലത്തേക്ക് കൊണ്ടുപോയി. തീപിടിച്ച കപ്പലിൽ നിന്ന് വേർപെട്ട് അമ്പലപ്പുഴ കക്കാഴം തീരത്തെത്തിയ ഇന്ധന ടാങ്കറും പറവൂർ വാടക്കൽ അറക്കപ്പുഴ തീരത്തെത്തിയ രക്ഷാബോട്ടും റോഡ് മാർഗം കൊല്ലത്തേക്ക് കൊണ്ടുപോയി. തീരത്ത് നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് വളഞ്ഞ വഴിയിൽ റോഡിലെത്തിച്ച ടാങ്കർ ബുധനാഴ്ച രാത്രി വൈകിയാണ് ദേശീയപാത വഴി കൊണ്ടുപോയത്. ഞായറാഴ്ച രാത്രിയാണ് അറപ്പപ്പുഴ തീരത്ത് രക്ഷാബോട്ട് ഒഴുകിയെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് കാലിയായ ഇന്ധന ടാങ്കർ അടിഞ്ഞത്. കപ്പൽ കമ്പനിയുമായി കരാറുള്ള സാൽവേജ് കമ്പനിയാണ് ഇവ കൊണ്ടുപോയത്. മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസും സഹായത്തിനുണ്ടായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഉപരിപഠനത്തിനായി വിവിധ കോഴ്സുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകാൻ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിച്ചു. ഉപരിപഠനത്തിന് വിവിധ കോഴ്സുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകാൻ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിച്ചു. കരിയർ ജ്വാല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന്റെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കോഴ്സുകളുടെ തിരഞ്ഞെടുപ്പിലാണ് ഇവിടെ പ്രധാനം. +1 പോയാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വിഷയത്തിൻ്റെതായ പ്രാധാന്യം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്കും നല്ലപോലെ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പ്രോഗ്രാം ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസ് പോലെ നടത്തിയിട്ടുള്ളത്. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കരിയർ ജ്വാലയിൽ SSLC വിദ്യാർത്ഥികളായ 150ഓളം പേർ പങ്കെടുത്തു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം പ്രഭാ വിജയൻ, സ്കൂൾ പ്രധാനാധ്യാപിക N. മായ, SMC ചെയർമാൻ KC ജയകുമാർ, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബിമൽ ഡൊമിനിക്, G. വിനോദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ മഞ്ജു V. നായർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. നവീകരിച്ച മെഡിക്കൽ തീവ്രപരിചരണ വിഭാഗത്തിന്റെ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. നവീകരിച്ച മെഡിസിൻ തീവ്രപരിചരണ വിഭാഗത്തിന്റെ ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU കിടക്കകളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കുറച്ചു കാലമായി മെഡിസിൻ ICU നേരത്തെ പ്രവർത്തിച്ചിരുന്നത് കേട് വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് മറ്റൊരു ഭാഗത്ത് എമർജൻസി ICU ആയിട്ട് 80 ബെഡുകൾ മെഡിസിൻ വിഭാഗത്തിന് അറേഞ്ച് ചെയ്താണ് പ്രവർത്തിച്ചു പോന്നിരുന്നത്. നിലവിൽ 45 ICU കിടക്കകളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. സർജറി ICU, സ്റ്റെപ്പ് ഡൗൺ ICU, ഡ്രോമ ICU, ഐസൊലേഷൻ ICU തുടങ്ങിയ എല്ലാം കൂടി ചേർത്താൽ അത്രയുമായിരുന്നു. ഇപ്പോൾ MD ICUവിലെ തന്നെ മെഡിസിൻ വിഭാഗത്തിൽ 10 പുതിയ കിടക്കകൾ ഉള്ള
മെഡിസിൻ ICU ആണിപ്പോൾ 12 ലക്ഷം രൂപ മുടക്കിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ മൾട്ടി ഡിസിപ്ലിനറി മെഡിസിൻ വിഭാഗത്തിൽ 12 ലക്ഷം രൂപ ചെലവഴിച്ച 10 കിടക്കാ സൗകര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി വർദ്ധിപ്പിച്ചത്. സർജറി ICUവിന്റെ അറ്റകുറ്റപ്പണിയും ഇതോടൊപ്പം പൂർത്തീകരിച്ചു. MD ICUവിലെ സർജറി, സ്റ്റെപ്പ് ഡൗൺ എന്നീ വിഭാഗങ്ങളിലായി സർജറിയിൽ 16ഉം സ്റ്റെപ്പ് ഡൗണിൽ 9ഉം കിടക്കാ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ 10 മെഡിസിൻ ICU കൂടി പ്രവർത്തിക്കുന്നതോടെ ഈ വിഭാഗങ്ങളിൽ ആകെ 35ഉം ഐസൊലേഷനിൽ 2ഉം ഉൾപ്പെടെ ആകെ 37 ICU കിടക്കാ സൗകര്യങ്ങളാണ് MD ICUവിൽ മാത്രം നിലവിൽ പ്രവർത്തിക്കുക. ഇതിന് പുറമെ നേരത്തെ വാർഡ് 8ആയി പ്രവർത്തിച്ചിരുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റിയപ്പോൾ ഇവിടെ 9 കിടക്കാ സൗകര്യങ്ങളോടെ എമർജൻസി ICU സജ്ജീകരിച്ചു. ഒപ്പം ട്രോമ ICUവിൽ 9 കിടക്കാ സൗകര്യങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. ഇതോടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ICUവിന് പുറമെ 55 ICU കിടക്കകളായി. ICU കിടക്കാ സൗകര്യം വർദ്ധിച്ചതോടെ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് അടിയന്തര ചികിത്സ കൂടുതൽ നൽകുന്നതിനും അത്യാസന്ന നിലയിലുള്ള രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരുന്നത് ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാനും കഴിയും. ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കാട്ടി എച്ച്സലാം MLA ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരത്തെ കത്തു നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കി ഇപ്പോൾ മെഡിസിൻ വിഭാഗത്തിൽ 10 കിടക്കാ സൗകര്യങ്ങൾ കൂടി സജ്ജമാക്കാൻ അവസരമൊരുങ്ങിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഹരികുമാർ, മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് രാഘവൻ, MD ICU നോഡൽ ഓഫീസർ ഡോക്ടർ NR സജികുമാർ, ചീഫ് നഴ്സിംഗ് ഓഫീസർ PK ഉഷ, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ എസ്മിനി, M നളിനി, G ജലജമ്മ, EG ഷീബ, വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പുന്നപ്ര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. പഞ്ചായത്തിലെ 7 മുതൽ 11 വരെയുള്ള വാർഡുകളിലും പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കരിമ്പാവളവ് ഉൾപ്പെടുന്ന കിഴക്കൻ പ്രദേശങ്ങളിലും ഇതോടെ ഒരു പരിധിവരെ ശുദ്ധജലം ലഭ്യമാകും. എച്ച്സലാം MLAയുടെ ഫണ്ടിൽ നിന്ന് 5,14,617 രൂപയും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.25 ലക്ഷം രൂപയും അടക്കം ആകെ 10,39,617 രൂപ ചിലവിലാണ് വാട്ടർ വർക്ക്സ് പമ്പ് ഹൗസിൽ ട്യൂബ് വെൽ പ്രവർത്തനം സജ്ജമാക്കിയത്. എച്ച്സലാം MLA ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലും പുന്നപ്ര തെക്ക് പഞ്ചായത്ത് നമ്മളിപ്പോൾ അംഗീകാരം കിട്ടി നടപ്പാക്കിയതും ഇപ്പോൾ ടെൻഡറിലേക്ക് നിൽക്കുന്നതുമായിട്ടുള്ള 9 പുതിയ കുടിവെള്ള ടാങ്കുകൾ മണ്ഡലത്തിൽ ആകെ നോക്കിയാലുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിലും അതുപോലെ 5 പഞ്ചായത്തിലുമായിട്ടാണ്. ഇനിയും നമുക്ക് അംഗീകാരം കിട്ടാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലെ ഒരു ടാങ്കും, അത് നമ്മൾ അവസാനം നിലവിലൊരു പഴയ ടാങ്ക് നിൽക്കുന്നത് പൊളിച്ചിട്ട് അവിടെ ഒരു ടാങ്ക് പണിയാം എന്ന്. ഇവിടുത്തെ ഈ പ്രദേശത്തെ കിഴക്കൻ ഭാഗത്തെ ഒരു കുടിവെള്ളത്തിന്റെ പ്രശ്നം നമ്മൾ നേരത്തെ കൊടുത്തതിന് ശേഷം ഈ രൂക്ഷമായൊരു പ്രശ്നം കിഴക്കൻ ഭാഗത്ത് വന്നപ്പോൾ രണ്ടാമത് ആലോചിച്ച് തയ്യാറാക്കി കൊടുത്തതാണ് ഈ പഞ്ചായത്തിലെയും സൗത്ത് പഞ്ചായത്തിലെയും 2 ടാങ്കുകൾ. പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷ അജിത ശശി, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KL ഗിരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനോ മെറിൻ ജോൺ, K മോഹൻകുമാർ, KP സത്യകീർത്തി, രതീഷ് കുമാർ, P പ്രീത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം കവിത സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിന് തെക്കുവശമുള്ള 45 വർഷത്തിലധികമായി ടാക്സി തൊഴിലാളികൾ ഉപജീവന മാർഗത്തിന് ഉപയോഗിച്ചു വരുന്ന സ്റ്റാൻഡ് വേലിയടച്ചു കെട്ടാൻ ശ്രമം. 45 വർഷത്തിലധികമായി നിരവധി ടാക്സി ഡ്രൈവർമാർ ഉപജീവനം നടത്തിവരുന്ന ടാക്സി സ്റ്റാൻഡാണ് ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിന് തെക്കുവശമുള്ളത്. യാതൊരുവിധ കയ്യേറ്റങ്ങളും നടത്താതെയാണ് നാളിതുവരെയും സംയുക്ത ട്രേഡ് യൂണിയനിലുമുള്ള ഡ്രൈവർമാർ ഉപജീവനം നടത്തിപ്പോരുന്നത്. എന്നാൽ ക്ഷേത്രം ഉപദേശക സമിതിയുടെ പേരിൽ ഒരു നോട്ടീസ് പോലും നൽകാതെ പെട്ടെന്നൊരു ദിവസം വേലി കെട്ടി അടയ്ക്കുക എന്നത് ടാക്സി ഡ്രൈവർമാർക്ക് ഉപജീവനം നടത്തുന്നതിന് തന്നെ വെല്ലുവിളിയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിക്ക് ഇരുട്ടിന്റെ മറവിലാണ് വേലി കെട്ടിത്തിരിക്കാൻ ക്ഷേത്രോപദേശക സമിതിയുടെ പേരിൽ ശ്രമം നടന്നതെന്നാണ് ടാക്സി ഡ്രൈവർമാരുടെ ആരോപണം. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ ഭൂരിപക്ഷം ഭാരവാഹികളും ഇങ്ങനെയൊരു തീരുമാനം അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് ടാക്സി ഡ്രൈവർമാർ പറയുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് മുൻപായി കുറച്ച് ഹിന്ദിക്കാരെയും കൂട്ടി വന്ന് ഉപദേശക സമിതിയുടെ അംഗമെന്ന് പറയുന്ന ഒരാൾ ഈ സ്റ്റാൻഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേലി കെട്ടി അടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനെതിരെ തൊഴിലാളികൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് ഞങ്ങൾ പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു സ്ഥാപനമായാലും ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡായാലും നോട്ടീസ് കൊടുത്ത് നിയമപരമായി ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം ഈ നോട്ടീസ് കൊടുക്കുന്ന അത് സർക്കാർ ഭൂമിയല്ല, അമ്പലത്തിൻ്റേതാണ്, അവരുടെ അധികാര പരിധിയിലുള്ളതാണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു നടപടിക്ക് മുതിരാവൂ. എന്നാൽ ഏകപക്ഷീയമായി തൊഴിലാളികളുടെ അഭിപ്രായങ്ങളോ തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെടുകയും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനമെടുത്തത് ഞങ്ങളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. ഈ തീരുമാനത്തിൽ നിന്ന്
പിന്മാറാത്ത പക്ഷം ഞങ്ങളുടേതായ രീതിയിൽ സമരമുറകളിലേക്ക് നീങ്ങും. വേലികെട്ടാൻ ശ്രമിച്ചവരോട് ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ ഓർഡറുകളോ ആവശ്യപ്പെട്ടപ്പോൾ യാതൊന്നും തന്നെ അവരുടെ പക്കൽ ഇല്ലായിരുന്നുവെന്നും ഡ്രൈവർമാർ പറയുന്നു. 45 വർഷത്തിലധികമായി ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിന് തെക്കുവശം ഉപജീവനം നടത്തുന്നവരാണ് തങ്ങളെന്നും ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരം പ്രവൃത്തികൾക്ക് മുതിരുന്നത് തങ്ങളുടെ ഉപജീവനത്തിന് ഭീഷണിയാണെന്നും സംയുക്ത സംഘടനാ തൊഴിലാളികൾ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മറ്റൊരു വാർത്തയിലേക്ക്. IMA ചേർത്തല ആതിഥേയത്വം വഹിക്കുന്ന IMA കേരള സ്റ്റേറ്റ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 21-22 തീയതികളിൽ ചേർത്തല NCRC ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടിൽ നടത്തും. ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി IMA ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ അനിൽ വിൻസൻ, സെക്രട്ടറി ഡോക്ടർ P. ജോൺ മാത്യു, സംഘാടക സമിതി അധ്യക്ഷൻ ഡോക്ടർ അരുൺ ജി നായർ, IMA സ്റ്റേറ്റ് സ്പോർട്സ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ TK സുദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പോലെ തന്നെ ഡോക്ടർമാരുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർമാർക്ക് വേണ്ടി സ്പോർട്സ് ഇനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ചാമ്പ്യൻഷിപ്പ് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള കേരള സ്റ്റേറ്റ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് IMAയുടെ ബാനറിൽ ഈ പ്രാവശ്യം ചേർത്തല NCRC കോർട്ടിൽ വെച്ചിട്ട് ഈ മാസം 21-22 തീയതികളിൽ നടത്തപ്പെടുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള 10 ജില്ലകളിൽ നിന്നായിട്ട് ഒരു ടീമിൽ 10 മെമ്പേഴ്സായിട്ട് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ IMA കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ എത്തിച്ചേർന്നതാണ്. അതുകൂടാതെ IMA കേരള സ്പോർട്സ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഷെർലി ഫിലിപ്പ്, നമ്മളുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ, IMA സൗത്ത് സോൺ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ AP മുഹമ്മദ്, IMA ആലപ്പുഴ ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഉമ്മൻ വർഗീസ്, പിന്നെ റെവറൻഡ് ഫാദർ ജിസ്മോൻ മഠത്തിൽ, ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കാരിതാസ് ഹോസ്പിറ്റലാണ് നമ്മളുടെ മെഡിക്കൽ പാർട്ട്ണർ എന്നിവ എത്തിച്ചേരുന്നതാണ്. 10 ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ശനിയാഴ്ച വൈകുന്നേരം 3-ന് IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. 22-ന് വൈകുന്നേരം ചേർത്തല ASP ഹരീഷ് ജെയിൻ സമ്മാനദാന കർമ്മം നിർവഹിക്കും. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല തവണക്കടവിൽ ഓടുന്ന ബോട്ടിൽ നിന്ന് യുവാവ് നടുക്കായലിലേക്ക് ചാടി. ജീവനക്കാർ ചേർന്ന് രക്ഷപ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. വൈക്കം ബോട്ട് സ്റ്റേഷനിൽ സർവീസ് നടത്തുന്ന S35 നമ്പർ ബോട്ട് വൈകിട്ട് 5 മണിക്ക് തവണക്കടവിൽ നിന്നും വൈക്കത്തേക്ക് യാത്രക്കാരുമായി പോകുന്ന സമയത്താണ് പൂച്ചാക്കൽ ഉളവിപ്പിൽ തകിലന്തറ വീട്ടിൽ കേശവന്റെ മകൻ വിപിൻ TK ബോട്ടിൽ നിന്ന് ചാടിയത്. ഉടൻ തന്നെ ബോട്ട് ജീവനക്കാരായ ഡ്രൈവർ രജീഷ് കുമാർ V, സ്രാങ്ക് അബ്ദുൽ സമദ് VM, ലസ്കർ രതീഷ് VR, ലസ്കർ രാംജിത് ജോഷി എന്നിവർ ചേർന്ന് വിപിനെ സാഹസികമായി രക്ഷപ്പെടുത്തി. തുടർന്ന് വൈക്കം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ടൈം ന്യൂസ് ചേർത്തല. ലഹരി വിരുദ്ധ ദിനത്തിൽ ചേർത്തല സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ ചേർത്തല ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച പോസ്റ്റർ കോമ്പറ്റീഷൻ ശ്രദ്ധേയമായി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെയും സൈബർ ക്രൈമിന്റെയും ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ചേർത്തല സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ ചേർത്തല ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സംഘടിപ്പിച്ച പോസ്റ്റർ കോമ്പറ്റീഷൻ ചേർത്തല ASP ഹരീഷ് ജെയിൻ IPS ഉദ്ഘാടനം ചെയ്തു. As a part of this, Government of India have decided to celebrate this month of June as World Anti-Drugs Awareness Month, and all the departments in this country are working to spread awareness on against the drugs usage. Chartala was already doing a lot of awareness campaigns. I don't know whether we had a chance to interact with this school previously or not. Through cyber awareness campaign, Chartala police has tried to share awareness about the lot of cyber crimes that are happening. തുടർന്ന് അദ്ദേഹം ബോധവൽക്കരണ സന്ദേശവും നടത്തി. സമ്മേളനത്തിൽ ചേർത്തല SHO G അരുൺ, SI സുരേഷ് S, ASI അനിൽകുമാർ PK എന്നിവർ സംസാരിച്ചു. സ്കൂൾ ലീഡർ അനഘാകൃഷ്ണൻ സ്വാഗതവും പ്രിൻസിപ്പൽ ഗ്രേസി ജേക്കബ് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ബിന്ദു സരസ്വതി നന്ദി രേഖപ്പെടുത്തി. പോസ്റ്റർ മത്സരത്തിലെ ചേർത്തല താലൂക്കിലുള്ള 12ഓളം സ്കൂളുകളിലെ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. എഴുവന്ന സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും സംഗീത ദിനാചരണവും സംഘടിപ്പിച്ചു.
എഴുപന്ന സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷവും സംഗീത ദിനാചരണവും സംഘടിപ്പിച്ചു. 700-ലധികം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5, 6, 7, 8. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോമോൻ ശങ്കുരിക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മളിപ്പോൾ യോഗാലയം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇത് ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു പെർഫോമൻസിന് വേണ്ടി മാത്രമായിരിക്കരുത് യോഗ അഭ്യസിക്കുന്നത്. അതിനുവേണ്ടി മാത്രം പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ വളർച്ചയെടുക്കണമെങ്കിൽ ശരീരം മെലിയും. ശരീരം മെലിയുന്നത്, മനസ്സ് മെലിയുന്നത് നമ്മൾ സാവധാനം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. മാറ്റം സാവധാനം, നമ്മുടെ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് സാവധാനത്തിലാണ്. തുടർന്നുള്ള മാറ്റങ്ങൾക്ക് നമുക്ക് താല്പര്യം. ഇപ്പോൾ ഈ നിമിഷം എന്ത് നടക്കുന്നു അത് ഞാൻ ചെയ്യാം. ഇന്ന് കൊണ്ടിരിക്കുന്നത് പ്രയോജനമുണ്ട്, അത് ഞാൻ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്ന സ്കൂൾ ഹെഡ് മിസ്ട്രസ് സി ആൻസമ്മ തോമസ് സ്വാഗതം ആശംസിച്ചു. സ്കൂളിന്റെ സമ്പത്തായ ഊർജ്ജസ്വലരായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ യോഗാ സെഷന് യോഗാധ്യാപിക സുമ മറിയം നേതൃത്വം നൽകി. ലോക സംഗീത ദിന ഉദ്ഘാടന ചടങ്ങ് പ്രശസ്ത ഗായികയും സംഗീത രചയിതാവുമായ ഫെമിന വിനോബി RLD ഉദ്ഘാടനം ചെയ്തു. സെന്റ് റാഫേൽസിന്റെ അഭിമാനപൂരിതരായ കുട്ടികളുടെ സംഗീത വിരുന്ന് ഏറെ ശ്രദ്ധേയമായി. കലാധ്യാപകരായ ഫെമിന വിനോബി, വിമൽ വർഗീസ്, വയലിനിസ്റ്റ് കുമാരി രേവതി സുരേഷ് തുടങ്ങിയവർ അവതരിപ്പിച്ച ഫ്യൂഷൻ പ്രോഗ്രാം ശ്രദ്ധേയമായി. സ്കൂൾ SPC ഓഫീസറായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റസോബാർ സാന്നിധ്യം വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ആൻസമ്മ തോമസിന്റെ ശക്തമായ നേതൃപാടവത്തിലും നിശ്ചയദാർഢ്യത്തിലും നടന്ന പരിപാടിയിൽ സ്കൂൾ കായികാധ്യാപകനും സ്റ്റാഫ് സെക്രട്ടറിയുമായ ഷാജി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ടൗൺ 490 നമ്പർ SNDP യോഗം താമരവള്ളി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങളും ക്ഷേത്ര സമർപ്പണവും നടന്നു. ചേർത്തല ടൗൺ 490 നമ്പർ SNDP ശാഖായോഗം താമരവള്ളി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങളും ക്ഷേത്ര സമർപ്പണവും നടന്നു. ഗുരുദേവ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെയും ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായിരുന്ന ക്ഷേത്രത്തിൽ 19 വൈകിട്ട് 5-നും 5:30 മധ്യയുള്ള മുഹൂർത്തത്തിൽ താഴികക്കുടം പ്രതിഷ്ഠിച്ചു. രാവിലെ 7-നും 7:45 മധ്യേ സുഗതൻ തന്ത്രയുടെയും മേൽശാന്തി ചന്ദ്രദാസിന്റെയും കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മവും നടന്നു. തുടർന്ന് നടന്ന ക്ഷേത്ര സമർപ്പണ സമ്മേളനം SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് SNDP യോഗം കുടുംബ യൂണിറ്റ് തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓരോ ശബ്ദങ്ങൾ വന്നു. ഇത് വെള്ളാപ്പള്ളി വെറുതെ ഒന്നും ചെയ്യുന്നതല്ല, അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് SNDP യോഗത്തിൽ ആളുകളെയെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് കുടുംബ യൂണിറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈ ചേർത്തല യൂണിയൻ്റെ അതിർത്തിയിലുള്ള ഒരു ശാഖയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ല.
ഈ ചേർത്തലയിൽ നിന്ന് തന്നെയാണ് ഈ കുടുംബ യൂണിറ്റ് തുടങ്ങണമെന്ന് ജനറൽ സെക്രട്ടറിക്ക് ഒരു തിരിച്ചറിവുണ്ടായത്. SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കും, SNDP യോഗത്തിൽ വന്നാൽ എന്ത് ലഭിക്കും? അതിനൊരു മറുപടിയായിട്ട് അന്നത്തെ കാലത്ത് ജനറൽ സെക്രട്ടറി തയ്യൽ അറിയാവുന്ന സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്തു, സൗജന്യമായിട്ടാണ്. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട സ്ത്രീകൾക്ക് തയ്യൽ അറിയാവുന്നവർക്ക് ഇത് കൊടുക്കണം. അന്ന് RK ദാസാണ് ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി, പിന്നെ അഴകപ്പനാണ് പ്രസിഡന്റ്. ഇത് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ക്ഷേത്ര സമർപ്പണ കർമ്മം നിർവഹിച്ചു. SNDP യോഗം ചേർത്തല മേഖല ചെയർമാൻ KP നടരാജൻ പ്രതിഷ്ഠാ സന്ദേശം നൽകി. പ്രതിഷ്ഠാ കമ്മിറ്റി ചെയർമാൻ അനിൽ ഇന്ദീവരം അധ്യക്ഷനായി. SNDP യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ മുഖ്യാതിഥിയായി. മേഖലാ കൺവീനർ PD ഗഗാറിൻ ഗുരു സന്ദേശം നൽകി. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവർണർ രാജ്ഭവനെ RSS ആസ്ഥാനമാക്കുകയാണെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കായംകുളത്ത് LDFന്റെ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ക്വാറം തികയാത്തതിനാൽ ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് PJ ഫ്രാൻസിസിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. അറബിക്കടലിൽ തീപിടിച്ച കപ്പലിൽ നിന്ന് വേർപെട്ട അമ്പലപ്പുഴയിൽ അടിഞ്ഞ ഇന്ധന ടാങ്കറും രക്ഷാബോട്ടും കൊല്ലത്തേക്ക് കൊണ്ടുപോയി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.